ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠർ രാജീവരെ ദ്വാരപാലക കേസിൽ കൂടി പ്രതിയാക്കും. സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോകാൻ തന്ത്രി അനുമതി നൽകിയെന്നും തിരികെ എത്തിക്കാൻ വൈകിയപ്പോഴേക്കും ഇടപെടൽ ഉണ്ടായില്ലെന്നും SIT കണ്ടെത്തി. ദേവസ്വം ജീവനക്കാരുടെയും പത്മകുമാറിന്റെയും ഗോവർദ്ധന്റെയും മൊഴികളാണ് തന്ത്രിയെ കുടുക്കാൻ കാരണമായത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്ത്രിയുമായി അടുത്ത ബന്ധുവെന്ന് ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ മൊഴി നൽകി. അതേസമയം ചെങ്ങന്നൂരിലുള്ള തന്ത്രിയുടെ വീട്ടിൽ SIT പരിശോധന നടത്തിയേക്കും. പേരുകളുമായി സുനിൽ ഐസക്കും തന്ത്രിയുടെ വീട്ടിൽ നിന്ന് ഫൈസൽ അസീസും ചേരും. ആദ്യം സുനിലിലേക്ക്. സുനിൽ, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള SITയുടെ നീക്കം നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങും, ചോദ്യം ചെയ്യൽ എങ്ങനെയായിരിക്കും, തുടർ നടപടികൾ എന്തൊക്കെയാണ് SIT നടത്തുന്നത് എന്നൊക്കെയുള്ളതാണ് അറിയേണ്ടത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തന്ത്രിയുടെ അറസ്റ്റ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അത് വലിയ രീതിയിൽ, അതായത് വൈകാരിക തലത്തിൽ കൂടി ഭക്തരെ സംബന്ധിച്ച് ചർച്ചയാകുന്ന വിഷയം കൂടിയാണ്. അപ്പം കൃത്യമായ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് SITക്ക് ലഭിച്ചിരിക്കുന്നത്, ഇനി ലഭിക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ധന്യ, ദേവന്റെ അനുമതി വാങ്ങാതെയും താന്ത്രിക വിധികൾ പാലിക്കാതെയുമാണ് സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയതെന്ന വിവരം ദേവസ്വം ബോർഡിനോട് മറച്ചുവെച്ചു എന്നതാണ് പ്രധാനമായും SITയുടെ കണ്ടെത്തൽ. ഇത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമായിരുന്നു പ്രധാനമായും നടന്നത്. ആ അന്വേഷണത്തിനൊടുവിലാണ് ശബരിമലയിൽ ഏറ്റവും പ്രധാനികൾ ആയ തന്ത്രി SITയുടെ കസ്റ്റഡിയിലാവുന്നത്, അറസ്റ്റിലാവുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ക്രിമിനൽ ഗൂഢാലോചന അടക്കമുള്ള ഗുരുതരമായ വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ തന്ത്രിക്കെതിരെ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ടിൽ തന്ത്രിക്കെതിരെ അതിഗുരുതരമായ ആരോപണങ്ങൾ SIT ഉന്നയിക്കുന്നുണ്ട്. അതായത് തന്ത്രിക്കറിയാമായിരുന്നു എല്ലാം എന്നാണ്. അതായത് ഈ ശബരിമലയിൽ നടന്ന എല്ലാ തരത്തിലുള്ള സ്വർണ്ണക്കൊള്ളകളും മറ്റ് സംഭവങ്ങളുമൊക്കെ അനുബന്ധ വിഷയങ്ങളുമൊക്കെ തന്ത്രിക്കറിയാമായിരുന്നു. തന്ത്രി അറിഞ്ഞാണ് ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ പുറത്തുപോയത്, സ്വർണം നഷ്ടപ്പെട്ടത് എന്നാണ് SITയുടെ കണ്ടെത്തൽ. അതിന് പല കാരണങ്ങൾ, പല കാര്യങ്ങൾ കൃത്യമായി SIT പറയുന്നുണ്ട്, കണ്ടെത്തുന്നുണ്ട്. അതിലൊന്ന് പോറ്റിയുമായുള്ള അടുത്ത ബന്ധമാണ്. 2007 പോറ്റി ബാംഗ്ലൂരിലെ ഒരു ക്ഷേത്രത്തിൽ നിന്ന്, അവിടെ പൂജാരിയായി ജോലി ചെയ്തിരുന്ന പോറ്റി അവിടെ നിന്ന് ശബരിമലയിലേക്ക് എത്തുന്നത്. ശബരിമലയിലെത്തി അവിടെ തന്ത്രിയുടെ സഹായിയായി കൂടുന്നു. ഏറെക്കാലം കൊണ്ട് ശബരിമലയിൽ വലിയ ഒരു പിടിപാടുകൾ, അവിടെ വലിയ ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളായി പോറ്റി മാറുന്നുണ്ട്. അതിന് ചുക്കാൻ പിടിച്ചത് ഒക്കെ, അല്ലെങ്കിൽ അതൊക്കെ ആ ബലം ഉണ്ടാക്കിയെടുത്തത് അതുണ്ടാക്കിയെടുക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ഈ കണ്ഠർ രാജീവരുമായുള്ള ബന്ധമാണ്. അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഇടപാടുകളൊക്കെ അവിടെ കഴിഞ്ഞ കാലത്തിനിടയിൽ നടത്തിയത്. ഏറ്റവും ഒടുവിൽ 2018 ആകുമ്പോഴേക്കും അവിടെ പൂജ ചെയ്യുന്ന ആളിൽ നിന്ന് മാറി ഇയാൾ പോറ്റി അവിടെ ഒരു സ്പോൺസറായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു 10-12 വർഷം കൊണ്ട് വലിയ തോതിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന, അല്ലെങ്കിൽ ശബരിമലയിലെ എല്ലാ കാര്യങ്ങൾക്കും, ഏത് കാര്യങ്ങൾക്കും ഒരു പോയിന്റായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് പോറ്റി എത്തുന്നു. അത് ഏത് തന്ത്രി വന്നാലും അതിൽ വലിയ ഞെട്ടലൊന്നുമില്ല തന്ത്രിയുടെ അറസ്റ്റിൽ. കാരണം നേരത്തെ തന്നെ കോടതി പറഞ്ഞിരുന്നതാണ്